നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഒരു തരത്തിൽ അച്ഛനില്ലാതിരുന്നത് ഭാഗ്യം. നമ്മളെപ്പോലെ ക്ഷമയും സഹനമൊന്നും അച്ഛനില്ലല്ലോ. അതുകൊണ്ടാണല്ലോ നാട്ടിൽ മുഴുവൻ ശത്രുക്കളുണ്ടായത്. പിന്നെ ഈ ക്ഷേത്രങ്ങൾ തോറും നടക്കുന്നത് കൊണ്ട് ഇപ്പൊ അതിനൊരു ചെറിയ കുറവ് വന്നിട്ടുണ്ടെന്ന് പറയാം. വിഷ്ണുവേട്ടന്റെ കാര്യം ഓർക്കുമ്പോഴാ സങ്കടം. എല്ലാവരും കൂടി ഒരുമിച്ച് പോണമെന്ന് പാവ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും നടക്കുന്നതല്ലെന്ന് ഇന്നത്തോടെ മനസ്സിലായിട്ടുണ്ടോ? അമ്മ പറഞ്ഞു തിരുത്താൻ വിഷ്ണുവേട്ടനും കഴിയുന്നില്ല. സത്യാമ്മയെ തിരുത്താൻ ഒരാളെ കൊണ്ടും പറ്റില്ല മോളെ. വിഷ്ണുവിന്റെ അച്ഛന് കഴിഞ്ഞില്ല, പിന്നെ വിഷ്ണുവിനെ കൊണ്ട് സാധിക്കൂ? എപ്പോഴൊക്കെ കുടുംബത്തിന്റെ അധികാരം പെണ്ണുങ്ങൾ കൈയടക്കുന്നുവോ ആ കുടുംബത്തിൽ ഒരിക്കലും സമാധാനം ഉണ്ടാവില്ല. നാരി ഭരിച്ചടം നാരകം നട്ടടം, രണ്ടും മുടിയൊന്ന പഴമക്കാര് പറയുന്നത്. അത് വെറുതെ ഒന്നുമല്ല. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ വീടും അമ്മയല്ലേ നോക്കുന്നത്? ആ പറഞ്ഞ മുടിവ് ഇവിടെയും കാണേണ്ടതല്ലേ? കുടുംബശ്രീ ഹോട്ടൽ നമ്മൾ നടത്തുന്നല്ലേ ഉള്ളൂ. നിയന്ത്രണം മുഴുവൻ നിന്റെ അച്ഛന്റെ കയ്യിലല്ലേ? അച്ഛനില്ലാത്തപ്പോ ദാ ഈ താലിയുടെ വിശ്വാസം, അത് അന്നാണെങ്കിലും ഇന്നാണെങ്കിലും ഈശ്വരനോട് പറയാതെ ഈ അമ്മ ഒന്നും ചെയ്യാറില്ല. സ്വന്തമായിട്ടൊരു തീരുമാനവും എടുക്കാറില്ല. എന്റെ മോളും അതുപോലെ തന്നെ ആവണം. മോളുടെ ജോലിയും പദവിയും ഒന്നും വിഷ്ണുവിനെ സ്നേഹിക്കുന്നതിനൊരു തടസ്സം ആവരുത്. അവനെ ഒഴിവാക്കുന്നു എന്ന് ഒരു സമയത്തും തോന്നരുത്. നമ്മൾ അവരെ ഒഴിവാക്കുന്നു എന്ന് തോന്നിയാ അവർക്ക് വലിയ ബുദ്ധിമുട്ടായിരിക്കും, പ്രത്യേകിച്ച് ജോലിയുള്ള ഭാര്യമാര്. എന്റെ അമ്മ കുറെ കാലമായി അമ്മയോടൊപ്പം ഇങ്ങനെ ഒന്ന് ഇരിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. നമുക്കിങ്ങനെ കുറെ നേരം എന്തെങ്കിലുമൊക്കെ പറഞ്ഞിരിക്കാം അമ്മ. മനസ്സിന് ഒരു സമാധാനം ഉണ്ടാവട്ടെ. എനിക്കറിയാം ഇന്നത്തെ സംഭവങ്ങളെല്ലാം കേട്ടുകേൾവിയായിട്ട് കളയാൻ നിനക്കാവില്ലെന്ന്. പോട്ടെ, എല്ലാം മറന്നേക്ക്. കഴിഞ്ഞതെല്ലാം ഒരു ദുസ്വപ്നം പോലെ മറക്കണമെന്ന് പറയുന്നതേ ഇനിയുള്ള നല്ല സമയങ്ങളിൽ ഈ പഴയ ഓർമ്മകൾ കടന്നു വരാതിരിക്കാൻ വേണ്ടിയാ. അതിന് നമുക്ക് എവിടുന്ന് അമ്മ നല്ല ദിനങ്ങളും നല്ല സമയമൊക്കെ വരുന്നേ? ഒന്നുമില്ല. സങ്കടങ്ങളും പിണക്കങ്ങളും അതേ ചൊല്ലിയുണ്ടാവുന്ന പരിഭവങ്ങളും അതെല്ലാം ചേർത്ത് ഈശ്വരൻ പോലും നമ്മളെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടിരിക്കുന്ന അനുഭവിക്കുക. മരിക്കുവോളം കരയുന്ന കണ്ണുകളോട് ജീവിക്കും. എന്റെ മോളെ, നിന്റെ സങ്കടം കണ്ടിട്ട് ഈ അമ്മയ്ക്ക് സഹിക്കാൻ പറ്റുന്നില്ല. നമുക്കങ്ങനെ ജീവിക്കാമേ. അമ്മ പറയുന്ന വിധിയെ നമ്മൾ തള്ളി പറയുന്നുമില്ല. വിധിയെ പഴിക്കാതെ ഇത് ദൈവം നമുക്ക് അനുവദിച്ചു തന്ന സങ്കടമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് നമുക്കങ്ങനെ കഴിയാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.